എന്താണ് മനുഷ്യനെ സംബന്ധിച്ചു മാത്രമായുള്ള പ്രത്യേകത? എന്താണ് മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനം അതിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെയുള്ള പട്ടിയോ പൂച്ചയോ കാക്കയോ അല്ലെങ്കിൽ കഴുതയോ ഒന്നും അവരാരും നന്മതിന്മകളെ കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. അവരാരും വസ്ത്രം ധരിക്കുന്നില്ല, അവരാരും സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുന്നില്ല, നാഗരികതകൾ ഉണ്ടാക്കുന്നില്ല, അവരാരും വിദ്യാഭ്യാസം നേടുന്നില്ല. നമ്മൾ മാത്രം എന്തേ ഇങ്ങനെ? അവിടെയാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകേണ്ടത്. ഇവിടെയുള്ള മറ്റെല്ലാ മൃഗങ്ങളും അവരൊരു പ്രകൃതത്തിൽ ജീവിക്കുന്നു, ജനിക്കുന്നു, ആ പ്രകൃതത്തിൽ തന്നെ ജീവിക്കുന്നു, ആ പ്രകൃതത്തിൽ തന്നെ മണ്ണടിഞ്ഞു പോകുന്നു. ഒരു ജനിച്ചു വീണ ഒരു പശുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പശുക്കുട്ടി എന്ത് ചെയ്യണമെന്ന്, എന്ത് തിന്നണമെന്ന്, എന്ത് തിന്നാൻ പാടില്ല എന്ന് ആ പശുക്കുട്ടിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഒരു പൂച്ചക്കുട്ടിയെ ആരും അത്തരത്തിലൊരു ക്ലാസ്സിനിരുത്തേണ്ടുന്ന കാര്യമില്ല. മറ്റേതെങ്കിലും മൃഗത്തിന് പാരന്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ മനുഷ്യന് മാത്രം അത് ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? അവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു മൃഗങ്ങളെല്ലാം അവരുടെ പ്രകൃതത്തിൽ തന്നെ ജനിക്കുന്നു, അവരുടെ പ്രകൃതത്തിൽ തന്നെ ജീവിക്കുന്നു, അവരുടെ പ്രകൃതത്തിൽ തന്നെ മരിച്ചു പോകുന്നു. പക്ഷേ മനുഷ്യൻ അവനൊരു ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. പക്ഷേ ആ പ്രകൃതത്തിൽ നിന്നും തെറ്റാൻ സാധ്യതയുള്ള രൂപത്തിലാണ് അവൻ ജനിച്ചു വീഴുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യരും, എല്ലാ മനുഷ്യ കുഞ്ഞും ഒരു ഫിത്രയിലാണ്, ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. നമ്മൾ സാധാരണ പറയും മുസ്ലിം കുട്ടി, ഹിന്ദു കുട്ടി, ക്രിസ്ത്യൻ കുട്ടി, അല്ലെങ്കിൽ നിരീശ്വരവാദി കുട്ടി. അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് ഒരു ശുദ്ധമായ പ്രകൃതത്തിലാണ്. ആ ശുദ്ധ പ്രകൃതത്തിൽ നിന്നും പിന്നീട് അവന് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഒരുപാട്. അഥവാ വിവേക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന്, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ എന്ന്, എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് സ്വന്തമായ ഒരു വ്യക്തിത്വം രൂപീകരിക്കുവാനും മനുഷ്യന് കഴിവുണ്ട്. ഇതാണ് മറ്റു മൃഗങ്ങൾക്കില്ലാത്തത്.